ടീച്ചറെ ഞാൻ എപ്പോഴും കാണുമ്പോൾ ടീച്ചർ ഖദർ വസ്ത്രം ധരിച്ചിട്ടാണ് കാണുന്നത്. എത്ര കാലം കൊണ്ടാണ് ടീച്ചറെ, അല്ലെങ്കിൽ എത്ര നാൾ മുതലാണ് ടീച്ചറെ ഒരു ഖദർ? 7-ാം വയസ്സിൽ ഖദർ ധരിച്ചു തുടങ്ങി. ഖദർ മാത്രം മതിയെന്ന് തീരുമാനിച്ചു. 7 വയസ്സ് തൊട്ട് 52 53 വയസ്സ് വരെ ഖദർ ഇട്ടു. പിന്നെ ഞാനൊരു ഖാദി സ്റ്റോറിൽ പോയി ഖദർ വാങ്ങിക്കാനായിട്ട് ഒരു 100-150 രൂപയ്ക്കുള്ള ഒരു സാരി ചോദിച്ചപ്പോൾ അയാൾ വലിയ പുച്ഛത്തിൽ ഇവിടെ 150 സാരി ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഖദറിൻ്റെ ഇക്കണോമിക്സും ഫിലോസഫിയൊക്കെ ഗാന്ധി പറഞ്ഞതും ഇപ്പോൾ നടപ്പിലുള്ളതും തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ഖാദിയിൽ നിന്നും കൈത്തറിയിലേക്ക് മാറി. അതുകൊണ്ട് ഖാദി ഉപേക്ഷിച്ചു എന്നില്ല, വല്ലപ്പോഴൊക്കെ ഖാദി വാങ്ങിക്കാറുണ്ട്. പക്ഷേ സാധാരണ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കൈത്തറിയാണ്. എന്താണ് ഈ ടീച്ചർ അന്ന് അങ്ങനെ ഒരു തോന്നുന്നു അച്ഛൻ്റെ ആ കോൺഗ്രസിൻ്റെ ഏറ്റവും ശോഭായമാനമായ കാലമല്ലേ? അതെ, ഗാന്ധിജി ഇന്ത്യയിൽ മാത്രം ലോകം മുഴുവൻ നിറഞ്ഞു നിന്ന കാലം. ആ ഒരു വലിയൊരു പ്രചോദനമായിരിക്കും, അച്ഛനായിരിക്കും തുടങ്ങി വെച്ചു കൊടുത്തത്. ഞാനും തീരെ കുഞ്ഞായിരുന്നുകൊണ്ട് എന്നെ അത് ശീലിപ്പിച്ചില്ല. ജനാധിപത്യം വന്നപ്പോഴേക്കും സ്വർഗം വന്നു എന്ന് വിചാരിച്ചു. നൗ ഐ ഫീൽ thoroughly disillusioned. ഈ തരത്തിലല്ലല്ലോ ഒരു ജനാധിപത്യം പോകേണ്ടത്. ഇത് കാണുമ്പോൾ നമ്മൾ ഒരു പ്രശ്നത്തിൽ തൊട്ടാൽ പിന്നെ സങ്കീർണമായിട്ട് 1000 പ്രശ്നം അതിൻ്റെ കൂടെയാണ്. അപ്പോൾ യു കനോട്ട് ജസ്റ്റ് പ്രിസ്ക്രൈബ് എ സൊല്യൂഷൻ. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ പ്രായത്തിനപ്പുറം ജീവിതം കണ്ടവർക്ക് എല്ലാവർക്കും ഈ സങ്കടം തോന്നിയേക്കാം. സുജാത ടീച്ചറിനെ കുറിച്ച് പറയാമോ? ഞങ്ങൾ 3 പേരിൽ ഏറ്റവും ടാലൻറ്റഡ് എന്ന് പറയാവുന്ന അവളാണ്. അവൾക്കില്ലാത്ത ഒന്നുമില്ല. അവൾക്ക് പാട്ടുണ്ട്, അവൾക്ക് കവിതയുണ്ട്, അവൾക്ക് സാഹിത്യമുണ്ട്, അവൾക്ക് പാട്ടുണ്ട്, അവൾക്ക് പടം വരയ്ക്കാനറിയാം, അവൾ അഭിനയിക്കും. അവൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ വളരെ വളരെ ആഴത്തിലുള്ള അറിവുണ്ട്. ജീവിതത്തിലെ ചില വലിയ വഴിത്തിരിവുകളിൽ വന്നപ്പോൾ അവൾ സ്വന്തമായിട്ട് മറ്റൊരു മാർഗം തിരഞ്ഞെടുത്തു. അവൾ എനിക്ക് എഴുതാൻ സാധിക്കാത്ത വിധത്തിൽ വളരെ 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 സട്ടിലായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഭാവങ്ങളെ അവതരിപ്പിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നു വാക്കുകളിൽ കൂടെ. പെട്ടെന്ന് ജീവിതത്തിൽ വലിയ ചില മാറ്റങ്ങളും വലിയ ചില വിഷമം പിടിച്ച ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോയിട്ട് വന്നപ്പോൾ അതൊക്കെ അവിടെ നിന്ന് മാറ്റിവെച്ചു. ഇനി എഴുതുന്നില്ല എന്ന് വെച്ചു. അത് വലിയ സങ്കടമാണ്, വലിയ നഷ്ടമാണ്. പക്ഷെ അവൾ പറയുന്ന അവൾക്കൊരു നഷ്ടമല്ല. അവൾ വേദാന്തത്തിൻ്റെ മാർഗത്തിൽ കൂടെ ചരിക്കുകയാണ്. മറ്റൊരു തലത്തിലാണ് അവൾ വ്യാപരിക്കാൻ ആഗ്രഹിക്കുന്നതും അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അവളുടെ ബുദ്ധിയെയും അവളുടെ ചിന്തയും അവളുടെ വികാരങ്ങളെയെല്ലാം. വീട്ടിൽ 2 പേര് കോളേജ് അധ്യാപകരായി. ടീച്ചർ ഇഷ്ടമില്ലാത്ത വിഷയമായിരുന്നു ഫിലോസഫി പഠിച്ചിട്ടും. അയ്യോ, എനിക്ക് വലിയ ഇഷ്ടം. അതെ, അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ടീച്ചർ, എന്തായിരുന്നു ടീച്ചറിൻ്റെ ആ ഒരു മേഖലയിലേക്ക് വരാത്തതോ? അല്ലെങ്കിൽ പഠിപ്പിക്കാനോ? എനിക്ക് കിട്ടിയില്ല. ആ കാലത്തൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അന്നൊക്കെ ജോലി കിട്ടാൻ. ഞാൻ റാങ്ക് ഹോൾഡറായിട്ടിരുന്നു, ഫസ്റ്റ് റാങ്കായിരുന്നു എനിക്ക് ഫിലോസഫിയിൽ. പക്ഷേ അത് കഴിഞ്ഞ് PhDക്ക് പെട്ടെന്ന് അങ്ങ് വന്ന് ഇതുപോലെ കോളേജുകളില്ലല്ലോ. പിന്നെ ഫിലോസഫി PhD എടുക്കണമെന്ന് ആഗ്രഹിച്ച് അത് തുടങ്ങി. കുറച്ച് കഴിഞ്ഞു വിവാഹം കഴിച്ച് ഡൽഹിക്ക് പോയി. പിന്നീട് ഡൽഹി ജീവിതം. പെട്ടെന്ന് ജോലി കിട്ടാനൊന്നും ഡൽഹിയിൽ അന്ന് എളുപ്പമൊന്നുമല്ല. എങ്കിലും ഞാൻ പലപ്പോഴും ശ്രമിച്ചു. ഡൽഹിയിൽ ചെന്നു, മകളുടെ ജനനം, പിന്നെ രോഗങ്ങൾ, ഓപ്പറേഷൻ ആഫ്റ്റർ ഓപ്പറേഷൻ എന്ന് പറയും, എത്ര ശസ്ത്രക്രിയകൾ, എത്ര ആശുപത്രി ജീവിതങ്ങൾ. എൻ്റെ യൗവനകാലം മുഴുവനും ആശുപത്രിയായിരുന്നു. ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു കവിതയിൽ എഴുതിയിട്ടുണ്ട്, 9ാമതും ആശുപത്രി വിട്ടൻ വീടിൻ്റെ അങ്കണമുറ്റത്ത് ഞാൻ നടക്കാൻ പഠിക്കവേ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു വളരെ കാലം. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ ഒക്കില്ലായിരുന്നു. ഒടുവിൽ തിരുവനന്തപുരത്ത് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ജവഹർ ബാലഭവനിൽ തളിര മാഗസിൻ തുടങ്ങാൻ അവർ പ്ലാൻ ചെയ്തു. ബാലഭവൻ വന്നതേ ഉള്ളൂ. അപ്പോൾ AS മേനോൻ സാറ് ആണെന്ന് അതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം VM നായരെ പോയി കണ്ടു, മാതൃഭൂമിയിലെ മാധവിക്കുട്ടിയുടെ അച്ഛൻ. VM നായരെ കണ്ടിട്ട് ഞങ്ങൾക്ക് തളിര നടത്താൻ ആരെങ്കിലും ഒരാളെ കണ്ടെത്തിയ ഇല്ല തിരുവനന്തപുരത്ത് താമസിക്കാനൊക്കെ ഏർപ്പാട് ചെയ്യാം എന്ന് പറഞ്ഞു. വെണ്ണ കയ്യിലുള്ളവൻ നറുനെയ്ക്ക് വേറെ എന്താ, ആ ഭാര്യ എന്താ എങ്ങനെയാണ്, വെണ്ണയുണ്ടെങ്കിൽ നറുനെയ്യ് വേറിട്ട് കരുതണമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പം AS മേനോന് മനസ്സിലായി.
അപ്പോൾ പറഞ്ഞു സുഗത തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്, ഞങ്ങളുടെ കുട്ടിയാണ്, മാതൃഭൂമിയിൽ ഒരു കസേര ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട്, പക്ഷേ തിരുവനന്തപുരത്തൊന്നും അവിടെ നിൽക്കാനൊന്നും ഒക്കില്ല എന്ന് പറഞ്ഞു. തൊട്ടടുക്കലാണ്, വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു. അദ്ദേഹം MA മേനോൻ സാറ്, MJ വെണ്ണീരൊക്കെ കൂടെ വന്നു. മാഗസിൻ നടത്തി തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് തളിര് തുടങ്ങിയത്. അമ്മയെ കേന്ദ്ര ഗവൺമെൻറ് ബഹുമാനിച്ചിരിക്കുന്നു, ഇനിയെങ്കിലും മക്കൾക്ക് ബഹുമാനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചതുപോലെ ഇഷ്ടം പോലെ അങ്ങോട്ട് ഉപയോഗിക്കുന്ന ലോകത്തേക്കും കുടിയനായ മലയാളിയിൽ നിന്ന് എന്ത് മര്യാദയാണ് പ്രതീക്ഷിക്കാനുള്ളത്?